നമസ്കാരം. ഷാജി പാപ്പന്റെ വിജയയാത്ര തുടരുകയാണ്. 100 കോടി ക്ലബിലെത്തിയ ആടത്രിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ചരിത്ര വിജയത്തോട് നായകൻ ജയസൂര്യയും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസും പ്രതികരിച്ചത് എങ്ങനെയാണ്? മലയാള സിനിമയിലെ പ്രമുഖർ ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 101 കോടി രൂപ ചിത്രം സ്വന്തമാക്കുകയും ചെയ്തു. നിർമ്മാതാക്കൾ തന്നെയാണ് ഈ ഒരു ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടത്. ഷാജി പാപ്പൻ തിരിച്ചു വന്നത് വെറും കൈയോടെയല്ല, 100 കോടിയും തൂക്കിയാണ്. മലയാള സിനിമയെ ചിരിപ്പിച്ച ആട് ഫ്രാഞ്ചൈസി ചരിത്രം കുറിച്ചിരിക്കുന്നു. ജയസൂര്യയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം. ആട് 3 ബോക്സ് ഓഫീസിൽ തീർത്ത വിസ്മയങ്ങൾ ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് ആഗോള ബോക്സ് ഓഫീസിൽ 101 കോടി രൂപ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. നിർമ്മാതാക്കൾ തന്നെയാണ് ഈ ഒരു ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണിത്. ഇതോടെ മലയാളത്തിൽ സോളോ ഹീറോ ചിത്രം 100 കോടി ക്ലബിലെത്തിക്കുന്ന 9ാമത്തെ താരമെന്ന നേട്ടം ജയസൂര്യ സ്വന്തമാക്കി. 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന 14ാമത്തെ മലയാള ചിത്രമാണ് ആട് 3. പുലിമുരുകൻ തുടങ്ങി വെച്ച ഈ നേട്ടത്തിലേക്ക് ഇപ്പോൾ ഷാജി പാപ്പനും സംഘവും എത്തിയിരിക്കുകയാണ്. വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിം ഹൗസും വേണു കുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിം കമ്പനിയും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് എപ്പിക് ഫാന്റസി ചിത്രം ഒരുക്കിയത്. ജയസൂര്യയ്ക്കൊപ്പം വിനായകൻ, സൈജു കുറുപ്പ്, ഇന്ദ്രൻസ് തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. പാപ്പനും പിള്ളേരും വെറും കോമഡിയായി മാത്രമല്ല, ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കുന്ന പവർ ഹൗസ് കൂടിയാണെന്നാണ് ആട് 3 തെളിയിച്ചിരിക്കുന്നത്. ഫാന്റസിയും ആക്ഷനും ചിരിയും നിറഞ്ഞ ഈ വിജയാഘോഷം മലയാള സിനിമയുടെ പുതിയ കുതിപ്പിന് അടയാളമാണ്. ആട് 3 കണ്ടവർ വളരെയധികം ആവേശത്തിലാണ്. 101 കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ട ചിത്രം ഇപ്പോഴും റിലീസ് ചെയ്ത് ഭൂരിഭാഗം തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. വീക്കെൻഡുകളിൽ കളക്ഷൻ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ വൻ വിജയം കണക്കിലെടുത്ത് പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ വലിയ തുകയ്ക്കാണ് ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാറ്റലൈറ്റ് അവകാശങ്ങളും റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത്. ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണിത്. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ 100 കോടി ക്ലബ്ബ് ചിത്രം കൂടിയാണല്ലോ. ഇത് ഷാജി പാപ്പനെ സ്നേഹിച്ച എല്ലാവരുടെയും വിജയമാണെന്നാണ് ജയസൂര്യ കുറിച്ചത്. ഒപ്പം തന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രം എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ച പ്രേക്ഷകർക്ക് നന്ദിയെന്നാണ് ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഈ ഫ്രാഞ്ചൈസിയിലുള്ള പ്രേക്ഷകരുടെ വിശ്വാസമാണ് ഈ വിജയത്തിന് കാരണം. ബിഗ് ബജറ്റ് ഫാന്റസി ചിത്രം ഒരുക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ പ്രതികരണം എല്ലാ കഷ്ടപ്പാടുകളും മറപ്പിച്ചു. ആട് 3യുടെ വിജയം അടുത്ത ഭാഗത്തിനുള്ള വലിയൊരു പ്രചോദനമാണെന്നാണ് മിഥുൻ മാനുവൽ തോമസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാഴികക്കല്ലാണ്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായാണ് ആട് 3 പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുന്നതെന്നാണ് വിജയ് ബാബു കുറിച്ചത്. ആട് 3യുടെ വിജയം ഒരു വ്യക്തിയുടെയോ ഒരു സിനിമയുടെയോ മാത്രമല്ല, മലയാള സിനിമയുടെ തന്നെ വലിയൊരു മുന്നേറ്റമാണ്. ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും ഫാന്റസി ചിത്രങ്ങൾക്കും മലയാളത്തിൽ വലിയൊരു വിപണിയുണ്ടെന്ന് ഈ ചിത്രം തെളിയിച്ചു. ഷാജി പാപ്പന്റെ ഇനിയുള്ള നീക്കങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഷാജി പാപ്പന്റെ 100 കോടി തിളക്കത്തിൽ മലയാള സിനിമ ഒന്നടങ്കം വലിയ ആഘോഷത്തിലാണ്. മമ്മൂട്ടി മുതൽ പൃഥ്വിരാജ് വരെ ജയസൂര്യയുടെ ഈ ചരിത്ര നേട്ടത്തിൽ താരങ്ങൾ കുറിച്ച വാക്കുകൾ വൈറലാകുന്നു. മലയാള സിനിമയിലെ സോളോ 100 കോടി ക്ലബിലേക്ക് പാപ്പനെ സ്വീകരിച്ചത് എങ്ങനെയെന്നാണ് ഇനി പറയാൻ പോകുന്നത്. മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിങ്ങനെ: പ്രിയപ്പെട്ട ജയസൂര്യയ്ക്കും ആട് 3 ടീമിനും അഭിനന്ദനങ്ങൾ. മലയാള സിനിമയുടെ ഈ കുതിപ്പ് സന്തോഷം നൽകുന്നു. ഷാജി പാപ്പനും സംഘത്തിനും ഇനി വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. 100 കോടി ക്ലബിലേക്ക് സ്വാഗതം ചെയ്യും. നിന്റെ കഠിനാധ്വാനത്തിന് ലഭിച്ച അർഹമായ അംഗീകാരമാണിത്. മിഥുൻ മാനുവൽ തോമസിനും വിജയ് ബാബുവിനും അഭിനന്ദനങ്ങളെന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ കുറിച്ചത്. പാപ്പൻ കളി തുടങ്ങി. ആട് 3യുടെ ഈ വമ്പൻ വിജയം കാണുമ്പോൾ ഒരുപാട് സന്തോഷം ചെയ്യട്ട. ഇത് താങ്കൾക്കുള്ളതാണ്. ടോവിനോ തോമസ് കുറിച്ചതിങ്ങനെ: കുഞ്ചാക്കോ ബോബൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ഷാജി പാപ്പന്റെ താണ്ഡവം ബോക്സ് ഓഫീസിലും. ആട് ഫ്രാഞ്ചൈസിക്ക് ലഭിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അതിശയം തോന്നുന്നു. ടീം ആട് 3ക്ക് എന്റെ എല്ലാ സ്നേഹവും. നിവിൻ പോളി കുറിച്ചതിങ്ങനെ: 100 കോടി ക്ലബിലെ പുതിയ അംഗത്തിന് സ്വാഗതം. ജയസൂര്യയുടെ ഈ നേട്ടം ഓരോ മലയാളികൾക്കും അഭിമാനമാണ്. 100 കോടി കടന്ന വാർത്ത വന്നതോടെ കേരളത്തിലെ പ്രധാന തിയേറ്ററുകളിൽ ആരാധകർ കേക്ക് മുറിച്ചും വാദ്യമേളങ്ങളോടെയും വിജയം ആഘോഷിക്കുകയാണ്. കൊച്ചിയിൽ നടന്ന വിജയാഘോഷ ചടങ്ങിൽ ചിത്രത്തിലെ പ്രധാന താരങ്ങളായ വിനായകൻ, സൈജു കുറുപ്പ്, ഇന്ദ്രൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. പാപ്പൻ വന്നാൽ പിന്നെ ഇങ്ങനെയായിരിക്കുമെന്നായിരുന്നു വിനായകന്റെ സ്റ്റൈലിലുള്ള മറുപടി. നസ്ലൻ, ബേസിൽ ജോസഫ് തുടങ്ങിയ യുവതാരങ്ങളും ആട് 3യുടെ വിജയത്തിൽ ജയസൂര്യയെ നേരിട്ട് കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഷാജി പാപ്പൻ വെറുമൊരു കഥാപാത്രമല്ല, അതൊരു വികാരമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. സഹപ്രവർത്തകരുടെ ഈ പിന്തുണ ജയസൂര്യ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം
ഇനി പാപ്പന് മുൻപും പാപ്പന് ശേഷവും എന്ന് തിരുത്തി എഴുതപ്പെടും.